സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കുന്നതിൽ തിരക്കിട്ട ആലോചനയുമായി ഇന്ത്യ. അന്തിമ തീരുമാനം എടുക്കുന്നതിനായി ഇന്ന് വൈകിട്ട് അടിയന്തര യോഗം വിളിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാർ റദ്ദാക്കാനും ആലോചന. 2021 മുതലുള്ള കരാർ റദ്ദാക്കാൻ സാധ്യതയെന്ന് റിപ്പോർട്ട്. ഫ്ലാഗ് മീറ്റിംഗിൽ തീരുമാനം ആകാത്തതും BSF സൈനികനെ വിട്ടു നൽകാത്തതുമാണ് ഇന്ത്യ കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ കാരണം എന്നാണ് അറിയുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. ശ്രീജിത്ത്, അടിയന്തര യോഗം വിളിക്കുകയാണ് ഇപ്പോൾ കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇന്ന് തന്നെ അത്തരത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് ഇന്ത്യ കടക്കുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, തീർച്ചയായും ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ ഇന്ത്യയുടെ ഒരു സൈനികനെ, PK സിംഗ് എന്ന് പറയുന്ന സൈനികനെ, BSF സൈനികനെ പാകിസ്ഥാൻ സൈന്യം പിടിച്ചിരുന്നു. അതായത് അദ്ദേഹം അറിയാതെ അബദ്ധത്തിൽ അതിർത്തി കടന്നു എന്നാരോപിച്ചാണ് ആ സൈനികനെ പിടിച്ചു വെച്ചത്. സാധാരണഗതിയിൽ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്, സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള കമാൻഡർമാർ, അതിർത്തിയിലെ കമാൻഡർമാർ തമ്മിൽ ഫ്ലാഗ് മീറ്റിംഗ് നടത്തി മാതൃരാജ്യത്തേക്ക് മടക്കി വിടുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ 24 മണിക്കൂറുകൾ അടുക്കുമ്പോഴും ആ സൈനികനെ മടക്കി തരാൻ പാകിസ്ഥാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, ഈ ഫ്ലാഗ് മീറ്റിംഗ് സംബന്ധിച്ച് ഇന്ത്യൻ കമാൻഡർമാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അതിൽ പോസിറ്റീവായ ഒരു മറുപടി നൽകാൻ ഇപ്പോഴും പാക് സൈന്യം, പാക് റേഞ്ചേഴ്സ് തയ്യാറാവുന്നില്ല. സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത നടപടികളിലേക്ക് അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായിട്ട് 2021 മുതൽ ഉള്ള ഈ വെടിനിർത്തൽ കരാർ, നമുക്കറിയാവുന്നതാണ് എന്തുകൊണ്ടാണ് 2021 ഈ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയതെന്ന്. അന്ന് 2020-2021 കാലയളവിൽ അതിർത്തിയിലുള്ള നുഴഞ്ഞുകയറ്റം അതിശക്തമാവുകയും ഇന്ത്യൻ സൈന്യം അതിശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള നുഴഞ്ഞുകയറ്റത്തെ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാന് നഷ്ടമായത് 11 പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ജീവനാണ്. 11 പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ സൈനികരെ ഇന്ത്യ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഇന്ത്യക്ക് നഷ്ടങ്ങളുണ്ടായി. ഇന്ത്യയുടെ 6 സിവിലിയന്മാരും 6 സൈനികരും ഇന്ത്യക്ക് നഷ്ടമാകുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ തുടർച്ചയായ ആക്രമണങ്ങൾ, വെടിവെപ്പ് അല്ലെങ്കിൽ അതിർത്തിയിൽ സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ കമാൻഡർമാർ ചേർന്ന്, സൈനിക കമാൻഡർമാർ ചേർന്ന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നത്. ആ 2021 ഫെബ്രുവരിയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറാണ് ഇപ്പോഴും തുടരുന്നത്. ആ കരാറാണ് ഇപ്പോൾ റദ്ദാക്കാൻ ഇന്ത്യ ആലോചിക്കുന്നത്. അത് ഇന്ത്യയുടെ ഒരു കടുത്ത നടപടിയായിട്ട് വേണം കാണാൻ. സാധാരണഗതിയിൽ ഇപ്പോൾ ഇന്ത്യ നയതന്ത്രപരമായി കടുത്ത നടപടിയിലേക്ക് പോകുന്നു, സൈനിക നടപടിയിലേക്ക് പോകാൻ ആലോചിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചന വളരെ നിർണായകമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് ഇന്ത്യയുടെ ഒരു കടുത്ത നടപടിയായിട്ട് വേണം കാണാൻ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിർത്തി കടന്നുള്ള ആക്രമണം ഇപ്പോൾ ശക്തമാകുന്നു. ഒരുപക്ഷെ പഹൽഗാം ആക്രമണത്തിന് ശേഷവും അതിർത്തിയിൽ സംഘർഷം ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, ബാരാമുള്ളയിലും പൂഞ്ചിലും കുൽഗാമിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയും ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ. ഇപ്പോൾ ഏതാണ്ട് 4 ഭീകരരെ ഇന്ത്യ വധിച്ചു കഴിഞ്ഞു ഈ 3 ദിവസത്തിനകം. അത് പഹൽഗാം ആക്രമണത്തിൽ അല്ലാതെ തന്നെ. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വലിയ രൂപത്തിലുള്ള കരാർ ലംഘനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്ത്യക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സൈനികനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അതും ഇന്ത്യക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതും ഈ കരാറിൻ്റെ ലംഘനമാണ്. അതായത് ഇന്ത്യയുമായി സമാധാനത്തിൽ എന്ന് മാത്രമല്ല, ഒരു തരത്തിലും ഇന്ത്യയുടെ അതിർത്തി കടന്ന് ആക്രമണം നടത്തുകയോ ഇന്ത്യൻ സൈനികരുമായി നേർക്കുനേർ പോരാടുകയോ അല്ലെങ്കിൽ ഏറ്റുമുട്ടുകയോ ചെയ്യില്ല എന്നുള്ളതാണ് ആ കരാറിൻ്റെ കാതൽ. ആ കാതലാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനുമായുള്ള ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത കാര്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഇന്ത്യ പുറത്തുവിട്ട അല്ലെങ്കിൽ ഇന്ത്യ തീരുമാനിച്ച നയതന്ത്ര ബന്ധത്തിൽ ഇടപെടാൻ തീരുമാനിച്ച അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ഇന്ത്യ തീരുമാനിക്കുന്നത് ഈ സിന്ധു നദീജല കരാർ കൂടി അല്ലെങ്കിൽ ആ കരാർ റദ്ദാക്കാൻ ഉള്ള ആലോചനയായിരുന്നു. ആ കരാർ റദ്ദാക്കാനുള്ള ആലോചനയുടെ തുടർച്ചയെന്നോണമാണ് ആ കരാർ റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ സാങ്കേതികമായി കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് എളുപ്പത്തിൽ റദ്ദാക്കാൻ പറ്റുന്നതല്ല സിന്ധു നദീജല കരാർ. അതായത് ഇത് ഡാമും ജലവും നദികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കരാർ റദ്ദാക്കിയതുകൊണ്ട് ഈ ജലം ഒഴുകി പോകാതിരിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സാങ്കേതിക പ്രശ്നം അറിയേണ്ടതുണ്ട്, സാങ്കേതിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് അടിയന്തരമായി ജൽശക്തി മന്ത്രിയെ, പാട്ടീലിനെ അടിയന്തരമായി കാണണമെന്നും അടിയന്തരമായി യോഗം ചേരണമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആവശ്യപ്പെടുന്നത്. അത് ഇന്ന് വൈകിട്ട് ആ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ തീർച്ചയായും ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ്. കാരണം ഈ 2 ദിവസമായി മിനിഞ്ഞാന്നാണ് ഈ തീരുമാനം വരുന്നത്. അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതിലെ നിർണായക തീരുമാനം അല്ലെങ്കിൽ അത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം ഇന്ത്യ എടുക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്, മിനിഞ്ഞാന്നാണ്. ഇന്നലെ ഒരു പകൽ മുഴുവൻ കടന്നുപോയി. ഇന്ന് ആ തീരുമാനത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ
ഇന്ന് വൈകിട്ട് ആ ആലോചനയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ജലശക്തി മന്ത്രാലയം ഒരു തീരുമാനം അല്ലെങ്കിൽ ആലോചന നിർണായകമായ കണ്ടെത്തലുകൾ എടുത്തിട്ടുണ്ടാകും. സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് ജലശക്തി മന്ത്രി അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിക്കും. അങ്ങനെയെങ്കിൽ ഇതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ, അതായത് ഈ 3 നദികളിലെ ജലം എങ്ങനെയാണ് ഇന്ത്യ ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഈ ജലം നൽകാതിരിക്കാൻ എങ്ങനെ കഴിയും, അതിനകത്ത് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാവുന്നതാണ്, ജലം ഒഴുകിപ്പോകുന്ന ഒരു വസ്തുവാണ്. അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ കൊടുക്കാതിരിക്കുക എന്നുള്ളത് എങ്ങനെയാണെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത് സർക്കാർ തലത്തിൽ എന്തായാലും ഗൗരവപരമായ ആലോചനകൾ ഈ 2 ദിവസം കൊണ്ട് നടന്നിട്ടുണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത്, ഉറപ്പായും തടയണ കെട്ടുകയോ ഡാം നിർമ്മിക്കുകയോ ഒക്കെ വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതും അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണെങ്കിലും ഈ കരാർ അനുസരിച്ച് അത് പാകിസ്ഥാന്റെ സമ്മതം ആവശ്യമുണ്ടായി വരും. അപ്പോൾ അത്തരം നടപടികളിലേക്ക്, അഗ്രസീവായ സ്റ്റെപ്പിലേക്ക് ഇന്ത്യ കടക്കുമോ? അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ? ഇല്ല, ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അന്താരാഷ്ട്ര കോടതിയിൽ ഈ വാദം ഉന്നയിച്ചിരുന്നു. അതായത് ഇന്ത്യക്ക് അതിർത്തിയിൽ ഡാം കെട്ടാൻ അനുമതി നൽകരുത്. അതായത് ഈ വിഷയം തന്നെയാണ്. അതായത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ തടയണ കെട്ടിയോ ഡാം കെട്ടിയോ അത് തടഞ്ഞു വെക്കരുത് എന്ന കാര്യത്തിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര കോടതിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട്, ഇന്ത്യയുമായുള്ള ബന്ധം വിച്ഛേദിച്ചൊരു നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ പോകുന്ന ഒരു രാജ്യത്തിന് എങ്ങനെ ആ വാദം ഉന്നയിക്കാൻ കഴിയും എന്നൊരു മറുവാദമായിരിക്കും ഇന്ത്യ ഉന്നയിക്കുക. കാരണം ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെല്ലാം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് ഇന്ത്യയുമായുള്ള സമാധാന കരാർ റദ്ദാക്കുന്നു, ഇന്ത്യയുമായുള്ള മറ്റ് വ്യാപാര കരാറുകൾ റദ്ദാക്കുന്നു, ഇന്ത്യക്കുള്ള വ്യോമപാത അടയ്ക്കുന്നു, റോഡ് ഗതാഗതം അട്ടാരി വാഗ ബോർഡർ അടയ്ക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്ക് അങ്ങനൊരു വാദം കൂടി ഉന്നയിക്കാൻ കഴിയും. അതുകൊണ്ടായിരിക്കണം ഇന്ന് അടിയന്തരമായി വൈകിട്ട് യോഗം ചേരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജലശക്തി മന്ത്രിയെ വിളിച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഇന്ത്യയുടെ കോർട്ടിലാണ് കാര്യങ്ങൾ ഏറെക്കുറെ. പക്ഷേ ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്നത് ഇന്ത്യയുടെ സൈനികൻ പാകിസ്ഥാന്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഒരുപക്ഷെ പാകിസ്ഥാൻ ഇനി അതിർത്തി കടന്ന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണത്തിലേക്ക് പോയാൽ ഇന്ത്യക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാൻ കഴിയും. അതിലേക്കാണ് ഇന്ത്യ ഒരുപക്ഷെ ആലോചിക്കുന്നത്. കാരണം വെടിനിർത്തൽ കരാർ ഇന്ത്യ റദ്ദാക്കുന്നതോടുകൂടി പാകിസ്ഥാൻ സ്വാഭാവികമായും ഭീതിയിലേക്ക് പോകും. കാരണം ഇന്ത്യയുടെ ഒരു തിരിച്ചടി താങ്ങാൻ പാകിസ്ഥാൻ കഴിയുന്നുണ്ടാകില്ല. പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുമായി നേർക്കുനേർ പോരാടി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇതൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോവുക എന്ന കാര്യമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇന്ത്യ തന്ത്രപൂർവ്വം തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനം ഇന്ന് ഇന്ത്യ എടുക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാനെ വലിയ രൂപത്തിൽ ബാധിക്കാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഈ കരാർ റദ്ദാക്കുന്നത് കൊണ്ടാണ് ഒരു ജലം നൽകാതിരിക്കുന്നത് യുദ്ധത്തിന് തുല്യമാണ് എന്ന വാദമാണ് പാകിസ്ഥാൻ ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് കൂടി പറയുന്നത് അതാണ്, അദ്ദേഹത്തിൻ്റെ വാദവും അതാണ്. ഇന്നലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പാകിസ്ഥാന്റെ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ അവർ അതിനുശേഷം നൽകിയ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെയാണ്. അതായത് ജലം നൽകാതിരിക്കുന്നത് യുദ്ധത്തിന് തുല്യമാണ്, യുദ്ധസമാനമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുമായുള്ള കരാറുകൾ റദ്ദാക്കുന്നതെന്നാണ് ഇന്നലെ പാകിസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ്. പാകിസ്ഥാൻ ആ വാദത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ നരേന്ദ്രമോദി പറഞ്ഞത് വെള്ളവും രക്തവും ഒരുപോലെ ഒഴുക്കാനാകില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്, എന്തെങ്കിലും അത്യന്തം പ്രകോപനമുണ്ടായാൽ ഈ നദീജല കരാർ റദ്ദാക്കുക എന്നുള്ളത് അത് അസാധാരണമായ ഒരു നടപടി തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോഴും അപ്പുറത്തെ ഭാഗത്ത് നിന്ന് ഇരു രാജ്യങ്ങൾക്കും ഇടയ്ക്കുള്ള ഏക സമാധാന ഉടമ്പടിയാണ് റദ്ദ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഞങ്ങൾ മരവിപ്പിക്കുന്നു എന്ന് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചടികൾ നടക്കുക തന്നെയാണ്. തീർച്ചയായും നയതന്ത്രപരമായ തിരിച്ചടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ആരംഭിച്ചിട്ട് ഏതാണ്ട് 48 മണിക്കൂറുകൾ കഴിയുന്നു. ഇപ്പോൾ സൈനിക തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യയുടെ ഒരു സൈനികനെ പിടിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അത് പിടിച്ചു വെച്ചിട്ട് ഏതാണ്ട് 24 മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ 12 മണിക്കൂർ കഴിയുന്നു. സ്വാഭാവികമായും അങ്ങനെ ഒരു വസ്തുത നിലനിൽക്കെ ഇന്ത്യ പ്രതിരോധത്തിലേക്ക് നിൽക്കുന്നു. ഇന്ത്യയുടെ സൈനികനെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇപ്പോഴും ഇന്ത്യ അക്കാര്യത്തിൽ സൈനികപരമായ ഒരു ഇടപെടലിലേക്ക് പോയിട്ടില്ല. പകരം ഇന്ത്യ ഇപ്പോഴും നയതന്ത്രപരമായിട്ട് തന്നെയാണ് ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത്, കരാറുകൾ റദ്ദാക്കുക. അത് പ്രത്യേകിച്ചും പാകിസ്ഥാനെ വലിയ രൂപത്തിൽ പാകിസ്ഥാന് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അവരുടെ ജനങ്ങളിൽ നിന്നവർക്ക് പ്രതിഷേധം ഉണ്ടാകുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കാർഷിക മേഖലയെ ആശങ്കയിലാക്കുന്ന രൂപത്തിലേക്കൊക്കെയാണ് അത്തരം കരാറുകൾ റദ്ദാക്കാനാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഒപ്പം പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ഇപ്പോൾ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ആലോചനയില്ലതുപോലെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ അത് വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതിനെ കുറിച്ച് കൂടി ഇന്ത്യ ആലോചിക്കുന്നു. അത്തരം ഒരു ആലോചന സ്വാഭാവികമായും പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി ഒരു
ചർച്ചയ്ക്ക് തയ്യാറാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ്. ഒരുപക്ഷെ പാകിസ്ഥാൻ ആലോചിച്ചിട്ടുണ്ടാകില്ല സിന്ധു നദീജല കരാർ വളരെ വേഗം റദ്ദാക്കുമെന്ന്. ഇന്ത്യ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. അത് റദ്ദാക്കുന്നതിൻ്റെ സാങ്കേതിക വശങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ഇന്ത്യ പെട്ടെന്ന് അതിലേക്ക് പോകില്ല എന്നായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ ചിന്തിച്ചിട്ടുണ്ടാകുക. പക്ഷേ മറുപടിയായി ഇന്ത്യ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നു. ഈ കരാർ എങ്ങനെ റദ്ദാക്കാം, താൽക്കാലികമായി വെള്ളം എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന കാര്യത്തിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നത്. ആ ആലോചനയുടെ ഉത്തരം എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലേക്ക് പോകും. പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് വൈകാരികമായി ഉള്ള നീക്കങ്ങളാണ്. അതാണ് നേരത്തെ ലിജോ റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി ഇസാഖിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഭീകരവാദികൾ സ്വാതന്ത്ര്യ സമര പോരാളികളാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നത് ഉള്ളിൽ സ്വന്തം രാജ്യത്തിനകത്ത് പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും അനുകൂലമായ ഒരു വൈകാരികമായ നടപടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. നയതന്ത്രപരമായി ഇനി അവർക്കൊന്നും ചെയ്യാനില്ല. അവർ ഇന്നലെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതിനുള്ള മറുപടി ഇന്ത്യയും പറഞ്ഞു കഴിഞ്ഞു. സ്വാഭാവികമായും നയതന്ത്രപരമായും സൈനികപരമായും പന്ത് ഇന്ത്യയുടെ കോർട്ടിലാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ലിജോ റിപ്പോർട്ട് ചെയ്ത പോലെ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് അത്തരത്തിൽ വൈകാരികമായി പാകിസ്ഥാൻ ജനതയെ ഒപ്പം നിർത്തുക, സൈന്യത്തെ ഒപ്പം നിർത്തുക, സൈന്യത്തിൻ്റെ വഴിക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നത് മാത്രമാകും പാകിസ്ഥാൻ ചെയ്യാൻ കഴിയുക. ഈ കാലയളവിലെല്ലാം പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളതും അതുതന്നെയാണ്. പക്ഷേ നേരെ മറിച്ച് ഇന്ത്യ ചെയ്യുന്നത് തികച്ചും തന്ത്രപൂർവമായ നയതന്ത്രപരമായ ഇടപെടലാണ്. ഒപ്പം സൈനികപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതും കൂടി ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്ന് വേണം നാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ലക്ഷ്മി, സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതായുമായി ബന്ധപ്പെട്ട് അടിയന്തര ആലോചനകളിലേക്ക്, നടപടികളിലേക്ക് ഇന്ത്യ കടക്കുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.